ഓക്കെ, സോ നിങ്ങൾ 15,000 അല്ലെങ്കിൽ 13,000 പ്രൈസ് റേഞ്ചിൽ ഒരു ഫോൺ വാങ്ങാൻ നോക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെക്ക് ചെയ്യുന്നത്? ബ്രാൻഡ് വാല്യൂ, ബാറ്ററി ബാക്കപ്പ്, നല്ല ഡിസ്പ്ലേ, 5G ഉണ്ടായിരിക്കണം, ക്യാമറ, തിരക്കേടില്ലാത്ത പെർഫോമൻസ്, ഫോണിനുള്ളിൽ അത്യാവശ്യം ഫീച്ചേഴ്സൊക്കെ ഉണ്ടായിരിക്കണം, ഡിസൈൻ. ഇനി നിങ്ങളുടെ ഉത്തരം ഇതെല്ലാം വേണം എന്നാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യേണ്ട ഒരു ഫോൺ തന്നെയാണ് സാംസങ്ങിൻ്റെ സാംസങ് ഗാലക്സി F15 5G. കാരണം ഈ ഫോണിൽ ഞാനിപ്പോൾ മെൻഷൻ ചെയ്ത മിക്ക എല്ലാ കാര്യങ്ങളും സാംസങ് തന്നിട്ടുണ്ട്. അതെല്ലാം ഞാൻ ഷെയർ ചെയ്യാം. അതിനു മുമ്പ് കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് ഗോ. ഇതാണ് ബോക്സ്. ബോക്സിൽ നോർമലി സാംസങ് ഫോൺസിൻ്റെ കൂടെ വരുന്ന സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് ഫോണുണ്ട്, ടൈപ്പ് സി ചാർജിങ് കേബിളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഡിസൈൻ നോക്കുമ്പോൾ അറിയാലോ, സാംസങ്ങിൻ്റെ ആ ഒരു ടിപ്പിക്കൽ സിഗ്നേച്ചർ ഡിസൈനിലാണ് വരുന്നത്. ഇപ്പോൾ മിക്ക എല്ലാ സാംസങ് ഫോൺസും ഈ ഡിസൈനിലാണ് വരുന്നത്. അതായത് ഫ്ലാറ്റ് ഫ്രെയിം കാണും. പിന്നെ ബാക്കിലുള്ള ഈ ക്യാമറ മോഡലാണെങ്കിലും വളരെ സിമിലർ ആണ്. സോ ഫ്ലാഗ്ഷിപ്പ് ആണെങ്കിലും മിഡ് റേഞ്ച് ആണെങ്കിലും ബഡ്ജറ്റ് ആണെങ്കിലും ഒരുപോലത്തെ ഡിസൈനിലാണ് ഇപ്പോൾ സാംസങ് ഫോൺസ് ഇറക്കുന്നത്. എന്നാൽ ഈ ഒരു ഫോണിന്റെ ബാക്കിൽ നല്ലോണം തിളങ്ങുന്ന ഒരു ഗ്ലോസി മെറ്റാലിക് ഫിനിഷ് ഉള്ള ഒരു പ്ലാസ്റ്റിക് ബാക്ക് ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഫോണിന്റെ മേളിൽ നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് ഉണ്ട്. റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ വിത്ത് വോളിയം റോക്കർ. ലെഫ്റ്റ് സൈഡിലാണ് സിം ട്രേ. സിം ട്രേ എടുത്ത് നോക്കാം. ഹൈബ്രിഡ് സിം സ്ലോട്ട് ആണ് കൊടുത്തിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ഒന്നെങ്കിൽ 2 സിം അല്ലെങ്കിൽ ഒരു സിം, ഒരു മൈക്രോ SD കാർഡ് യൂസ് ചെയ്യാൻ പറ്റും. താഴെ ഹെഡ്ഫോൺ ജാക്ക്, മൈക്ക്, ടൈപ്പ് സി പോർട്ട് ആൻഡ് സ്പീക്കറിന് വേണ്ടിയുള്ള കട്ടൗട്ട്. സോ ഈ ഫോണിന്റെ ഫ്രണ്ടിൽ 6.5 ഇഞ്ച് സൈസ് ഉള്ള ഒരു സൂപ്പർ ആമുലർ ഡിസ്പ്ലേ ആണ് സാംസങ് ഇത്തവണ തന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷം വന്ന F14 IPS LCD പാനലായിരുന്നു. സോ അതിന് പകരം അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ആമുലർ ഡിസ്പ്ലേ തന്നിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ഒരു അപ്ഗ്രേഡ് തന്നെയാണ്. എന്നാൽ ഡിസ്പ്ലേയുടെ മേളിൽ ഈ കാണുന്ന പഴഞ്ചൻ ഡ്രോപ്പ് നോച്ച് വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഡിസ്പ്ലേക്ക് ചുറ്റുമുള്ള ബെസൽസും അത്യാവശ്യം ഉണ്ട്. അത് പറയുമ്പോഴും ഈ പ്രൈസിൽ വരുന്ന 5G ഫോൺസിൽ ഒന്നെങ്കിൽ പഞ്ച് ഹോൾ കട്ടൗട്ട് ഉള്ള LCD ഡിസ്പ്ലേ ആയിരിക്കും, അല്ലെങ്കിൽ ഇതുപോലുള്ള നോച്ച് ഡ്രോപ്പ് ഉള്ള ആമുലർ ഡിസ്പ്ലേ. സോ നിങ്ങൾക്ക് ഒരെണ്ണം സെലക്ട് ചെയ്യാം. എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ആമുലർ ഡിസ്പ്ലേ ആയിരിക്കും സെലക്ട് ചെയ്യാൻ പോകുന്നത്. നല്ല കളർഫുൾ ഡിസ്പ്ലേ ആണ് തന്നിരിക്കുന്നത്. സോ നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് കാണുമ്പോഴും അല്ലെങ്കിൽ ഹോട്ട്സ്റ്റാർ, ആമസോൺ പ്രൈം ഒക്കെ ഈ പറഞ്ഞ ആപ്ലിക്കേഷൻസിൽ സിനിമ കാണുമ്പോഴും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. അതിനോടൊപ്പം തന്നെ 90 ഹെർട്സിന്റെ സ്മൂത്ത് റിഫ്രഷ് റേറ്റ് തന്നിട്ടുണ്ട്. അത് മിക്ക എല്ലാ ആപ്ലിക്കേഷൻസിലും വർക്ക് ആവുന്നുണ്ട്. കണ്ണിന്റെ സ്ട്രെയിൻ കുറയ്ക്കാൻ വേണ്ടി ഐ കംഫർട്ട് ഷീൽഡ് എന്നൊരു ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈസിലി ഇതിന്റെ ക്വിക്ക് ടോഗിൾ പാനലിൽ നിന്ന് ഇങ്ങനെ എനേബിൾ ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും ഈ പ്രൈസ് സെഗ്മെന്റിൽ കിട്ടുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസ്പ്ലേസ് ആണ് ഫോർ ഷ്യൂർ. പിന്നെ മോണോ ബോട്ടം ഫയറിംഗ് സ്പീക്കേഴ്സ് ആണ് വരുന്നത്. പെർഫോമൻസ് ഓക്കെ ആണ്. ഈ ഫോണിൽ 6000 mAh ഒരു യമണ്ടൻ ബാറ്ററിയാണ് തന്നിരിക്കുന്നത്. ഓക്കെ, എനിക്ക് തോന്നുന്നത് ഈ ഒരു പ്രൈസിൽ ഏറ്റവും കൂടുതൽ ബാറ്ററി കപ്പാസിറ്റി ഉള്ള ഫോൺ മിക്കവാറും ഈ സാംസങ് F15 ആയിരിക്കും. സോ ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ല. അടിപൊളി ബാറ്ററി ബാക്കപ്പ് ആണ് കിട്ടുന്നത്. അതായത് ഈസിലി 1.5 ദിവസത്തെ ബാറ്ററി ബാക്കപ്പ് കിട്ടും നോർമൽ യൂസ് ഒക്കെ ആണെങ്കിൽ. പക്ഷേ എത്ര വലിയ ബാറ്ററി ആണെങ്കിലും തീരുമ്പോൾ ചാർജ് ചെയ്യണമല്ലോ. സോ ഈ ഒരു ഫോൺ 25 വാട്ടിന്റെ ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ബോക്സിൽ ചാർജർ ഒന്നും വരുന്നില്ല. പക്ഷേ ലോഞ്ച് ഓഫറിന്റെ ഭാഗമായിട്ട് സാംസങ് അവരുടെ ചാർജറിന് ചില ഡിസ്കൗണ്ട് ഒക്കെ തന്നിട്ടുണ്ട്. അത് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറഞ്ഞുതരാം. കഴിഞ്ഞ വർഷം വന്ന സാംസങ് F14 എക്സിനോസിന്റെ ചിപ്സെറ്റ് ആയിരുന്നു. എന്നാൽ ഇത്തവണ സാംസങ് മീഡിയ ടെക്കിന്റെ ഡയമൻസിറ്റി 6100+ ചിപ്സെറ്റ് ആണ് ഇട്ട് തന്നിരിക്കുന്നത്. ഓക്കെ, 6 നാനോമീറ്റർ ചിപ്സെറ്റ് ആണ്. 4GB 128GB ആൻഡ് 6GB 128GB ആണ് 2 റാം സ്റ്റോറേജ് വേരിയൻസ്. എൻ്റെ കയ്യിലുള്ള ഈ ഒരു യൂണിറ്റിൽ 4GB റാം ആണുള്ളത്. ഞാൻ AnTuTu സ്കോർ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ക്ലോസ് ടു 3.8 lakh കിട്ടുന്നുണ്ട്. സോ എന്തായാലും 6GB വേരിയന്റ് ആണെങ്കിൽ 4 lakhന്റെ മേളിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ഈ ഒരു ഫോണിന്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ നല്ല പെർഫോമൻസ് ആണ്. എന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ഉണ്ടല്ലോ, വാട്സാപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, അതൊക്കെ നല്ലോണം ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. പിന്നെ ബോർ അടിക്കുമ്പോൾ വേണമെങ്കിൽ സബ്വേ സർഫർ പോലുള്ള ലൈറ്റ് ഗെയിം ഒക്കെ എടുത്ത് കളിക്കാൻ പറ്റും, നോ ഇഷ്യൂസ്. പിന്നെ ഇതൊരു 5G ചിപ്സെറ്റ് ആണ്. 13 5G ബാൻഡ്സിനുള്ള സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. 5G നെറ്റ്വർക്ക് ഒക്കെ നല്ലോണം പിടിക്കുന്നുണ്ട്. കോളിംഗ് പെർഫോമൻസ് ഒക്കെ ഓക്കെ ആണ്. ആ പോയിന്റ് ഓഫ് വ്യൂ ഞാൻ ഇഷ്യൂ ഒന്നും ഫേസ് ചെയ്തില്ല. ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് 14 ആണ് കൊടുത്തിരിക്കുന്നത് വിത്ത് ലേറ്റസ്റ്റ് One UI 6.1. 4 വർഷത്തേക്കുള്ള ആൻഡ്രോയിഡ് അപ്ഡേറ്റ് സാംസങ് ഈ ഫോണിന്റെ കൂടെ പ്രോമിസ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഐ തിങ്ക് മാക്സിമം 2 വർഷത്തെ അപ്ഡേറ്റ് ആണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടുന്നത്. സോ തീർച്ചയായിട്ടും ഒരു വലിയൊരു പ്ലസ് പോയിന്റ് തന്നെയാണ്. പിന്നെ സാംസങ്ങിന്റെ ഫോൺ ആയതുകൊണ്ട് സാംസങ്ങിന്റെ ആ ഫീച്ചേഴ്സ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ അവർ നോക്ക് സെക്യൂരിറ്റി ഉണ്ടല്ലോ. പിന്നെ നമ്മുടെ പ്രൈവറ്റ് ഫയൽസ് പ്രൈവറ്റ് ആക്കി വെക്കാൻ വേണ്ടിയുള്ള സെക്യൂർ ഫോൾഡർ ഫീച്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സാംസങ് വാളറ്റ് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ആപ്ലിക്കേഷനിൽ ഇപ്പം ഡിജി ലോക്കറിന്റെ ഫീച്ചർ ഇൻബിൽഡ് ആയിട്ട് വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമ്പോർട്ടൻ്റ് ആയ ഡോക്യുമെന്റ്സ്, ഫോർ എക്സാമ്പിൾ ആധാർ കാർഡ് ആണെങ്കിലും പാൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, അതെല്ലാം ഡയറക്ട്ലി സാംസങ് വാളറ്റ് ആപ്ലിക്കേഷനിൽ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. ഒരു സ്മാർട്ട് ഹോട്ട്സ്പോട്ട് എന്ന ഫീച്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ഡേറ്റ ഹോട്ട്സ്പോട്ട് വഴി ഷെയർ ചെയ്യുമ്പോൾ എത്ര ഡേറ്റ നിങ്ങൾക്ക് ഷെയർ ചെയ്യണം അതിന്റെ ഒരു ലിമിറ്റ് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ ക്വിക്ക് ഷെയർ എന്ന ഫീച്ചർ ഉണ്ടല്ലോ, നമ്മൾ ഈ ഫയലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഫീച്ചർ. ഈ ക്വിക്ക് ഷെയറിന്റെ ഫീച്ചറിൽ പ്രൈവറ്റ് ഷെയർ എന്ന ഫീച്ചർ വന്നിട്ടുണ്ട്. അതായത് നമുക്ക് ഈ ഫോണിൽ നിന്ന് മറ്റൊരു ഫോണിലേക്ക് പ്രൈവറ്റ്ലി ഫയൽസും ഫോട്ടോസൊക്കെ സെൻഡ് ചെയ്യാൻ
ചെയ്യാൻ പറ്റും. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആർക്കാണ് സെൻഡ് ചെയ്യുന്നത് അവർക്ക് ആ ഒരു ഫയൽ അല്ലെങ്കിൽ ഫോട്ടോ മറ്റൊരാൾക്ക് സെൻഡ് ചെയ്യാൻ പറ്റൂല. സോ അതാണ് ബേസിക്കലി പ്രൈവറ്റ് ഷെയർ. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനറാണ് കൊടുത്തിരിക്കുന്നത്. നല്ലോണം വർക്ക് ആവുന്നുണ്ട്, വലിയ ഇഷ്യൂ ഒന്നുമില്ല. 50 മെഗാ പിക്സൽ പ്ലസ് 5 മെഗാ പിക്സൽ പ്ലസ് 2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് ഇതിന്റെ ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൽ 13 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയാണ് വരുന്നത്. ഈ ഫോണിന്റെ മെയിൻ ക്യാമറ പെർഫോമൻസ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതായത് കളേഴ്സ് ആണെങ്കിലും ക്ലാരിറ്റി ആണെങ്കിലും ഡീറ്റെയിൽസ് ആണെങ്കിലും നല്ലോണം വരുന്നുണ്ട്. അതായത് ഈ പ്രൈസ് പോയിന്റ് കിട്ടുന്ന ഫോണിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ക്യാമറ പെർഫോമൻസ് ഉണ്ടല്ലോ, അതിനേക്കാളും മച്ച് ബെറ്റർ ക്യാമറ പെർഫോമൻസ് ആണ് ഈ ഫോണിൽ കിട്ടുന്നത്. നല്ല സ്കിൻ ടോൺ ഉണ്ട്, കളേഴ്സ് ഒക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്. ഈവൻ പോർട്രേറ്റ് ഫോട്ടോസിലുള്ള ഒരു ബ്ലർ ഉണ്ടല്ലോ, അതും അത്യാവശ്യം നല്ലോണം തന്നെ മാനേജ് ചെയ്യുന്നുണ്ട്. ഈവൻ കട്ടൗട്ട് നല്ലതാണ്. പിന്നെ 5 മെഗാ പിക്സൽ അൾട്രാവൈഡ് ആയതുകൊണ്ട് ആ ഒരു ക്വാളിറ്റിയും ആ ഒരു ക്ലാരിറ്റി പ്രതീക്ഷിച്ചാൽ മതി. അറ്റ്ലീസ്റ്റ് അൾട്രാവൈഡ് തന്നിട്ടുണ്ട്. മിക്ക എല്ലാ ബ്രാൻഡുകളും അവരുടെ ഈ പ്രൈസിൽ വരുന്ന 5G ഫോണിൽ നിന്ന് അൾട്രാവൈഡ് എടുത്ത് മാറ്റുന്നുണ്ട്. ഇവിടെ അൾട്രാവൈഡ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ചില സെൽഫി ക്യാമറ സാമ്പിൾസ്. ഓക്കെ ആയിട്ട് തോന്നി. ഈ പ്രൈസിൽ കിട്ടുന്ന ഒരു സെൽഫി പെർഫോമൻസ് ഉണ്ടല്ലോ, അത് തന്നെയാണ് ഇവിടെയും കിട്ടുന്നത്. മെയിൻ ക്യാമറ ആൻഡ് ഫ്രണ്ട് ക്യാമറ വെച്ച് നമുക്ക് 1080p റെസൊല്യൂഷനിൽ വീഡിയോ എടുക്കാൻ പറ്റും. ഇതാണ് വീഡിയോ സാമ്പിൾസ് കണ്ടു നോക്കുക. സോ ഈ സാംസങ് F15 5Gയുടെ 4GB 128GB ലോഞ്ച് പ്രൈസ് ആണ് 12,999 രൂപ. 6GB 128GB പ്രൈസ് ആണ് 14,499 രൂപ. ഓക്കെ, പിന്നെ അതിന്റെ കൂടെ 1000 രൂപയുടെ ബാങ്ക് ഓഫർ ഒക്കെ വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് അത് ഈടാക്കാൻ പറ്റുകയാണെങ്കിൽ പ്രൈസ് ഇനിയും കുറയും. പിന്നെ നിങ്ങൾ ലോഞ്ച് ഓഫർ ഡേ, അതായത് മാർച്ച് 4th ആണ് ബേസിക്കലി ഈ ഫോണിന്റെ ലോഞ്ച് ഡേ. ഓക്കെ, ഫ്ലിപ്കാർട്ട് എക്സ്ക്ലൂസീവ് ഫോണാണ്. സോ ഫ്ലിപ്കാർട്ടിൽ മാത്രമേ കിട്ടുള്ളൂ. നിങ്ങൾ അന്ന് ഈ ഫോണിന്റെ കൂടെ നിങ്ങളുടെ കയ്യിൽ ചാർജർ ഇല്ല എങ്കിൽ 1699 രൂപയുടെ സാംസങ്ങിന്റെ ട്രാവൽ ചാർജർ നിങ്ങൾക്ക് വെറും 399 രൂപയ്ക്ക് വാങ്ങാൻ പറ്റും. സോ ഇതായിരുന്നു ഈ ഫോണിന്റെ ഡീറ്റെയിൽസും പ്രൈസ് ഒക്കെ. ബാക്കി നിങ്ങളുടെ അഭിപ്രായം കൂടെ താഴെ കമന്റ് ബോക്സ് എഴുതി അറിയിക്കുക. ദിസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.